വയനാട് മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ കൽപ്പറ്റ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. 2003 ഫെബ്രുവരി 19 മുത്തങ്ങയിലെ ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിനിടയിലാണ് വിനോദ് കൊല്ലപ്പെട്ടത്. ആദിവാസി ഗോത്ര മഹാസഭ നേതാവായിരുന്ന ഗീതാനന്ദനാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ലിൻഡോ തോമസ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ലിൻഡോ, ഗുഡ് മോർണിംഗ്. 10-23 വർഷം പഴക്കമുള്ള ഒരു കേസാണ്. ആ കേസിലാണ് ഇന്നിപ്പോൾ വിധി വരാൻ പോകുന്നത്. എപ്പോഴാകും വിധി പ്രസ്താവം? വിവരങ്ങൾ. സേതു 2003 എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി തങ്ങൾക്ക് തന്നെ പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് വയനാട് മുത്തങ്ങയിൽ ആദിവാസി ഗോത്രമഹാസഭാ നേതാക്കളായിട്ടുള്ള CK ജാനുവിൻ്റെയും ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ ആദിവാസികൾ മുത്തങ്ങയിലെ വനഭൂമി കയ്യേറി സമരം ആരംഭിക്കുന്നത്. പിന്നീട് സമരം വലിയ രീതിയിൽ മുന്നോട്ട് പോയി. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അടക്കം ബന്ദികളാക്കിക്കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് വരെ സമരം ചെയ്യുന്ന രീതിയിൽ ഈ ആദിവാസികളുടെ സമരം മുന്നോട്ട് പോയി. തുടർന്ന് ഫെബ്രുവരി 19 ഈ ആദിവാസി സമരം ചെയ്യുന്നവരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈ ഏറ്റുമുട്ടലിലാണ് ബന്ദിയാക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരായ വിനോദും ഈ ആദിവാസി യുവാവായിട്ടുള്ള ജോഗിയും ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെടുന്നു. ഈ കേരള ചരിത്രത്തിലെ തന്നെ അല്ലെങ്കിൽ സമര ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു പ്രക്ഷോഭങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ മുത്തങ്ങ പ്രക്ഷോഭം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു എന്നുള്ള വലിയ ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള പോലീസുകാരനായിട്ടുള്ള വിനോദ് കൊല്ലപ്പെട്ട. ആകെ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ 7 കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നാണ് ഈ പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട കേസ്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് പിന്നീട് CBIക്ക് കൈമാറുകയായിരുന്നു. CBI ആണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിന്റെ വാദം കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമായും ഈ വിനോദ് ഈ തടങ്കലിലിരിക്കെ രക്തം മാർന്നാണ് കൊല്ലപ്പെടുന്നതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. എന്നാൽ ഈ കണ്ടെത്തലിന് യാതൊരു തെളിവുമില്ല എന്നാണ് ഈ പ്രതിഭാഗം വാദിക്കുന്നത്. എന്തായാലും ഗീതാനന്ദനടക്കം ഈ സമര നേതാവായിട്ടുള്ള ഗീതാനന്ദനടക്കം 52 പ്രതികളാണ് ഇതിലുള്ളത്. ഇതിൽ ഈ അല്പസമയത്തിനകം കൽപ്പറ്റ സെഷൻസ് കോടതി വിധി പറയും. സേതു. ഓക്കെ ലിൻഡോ. ഗീതാനന്ദൻ ഉൾപ്പെടെ 57 പേരെ പ്രതി ചേർത്തിരുന്ന കേസിൽ വിചാരണയ്ക്കിടെ 10-15 പേർ മരണപ്പെട്ടുപോയി. പിന്നീട് ശേഷിക്കുന്നവരിലാണ് വിധി വരുന്നത്. പിന്നെ